സൺഡേ ആയിട്ട് ചിക്കൻ വാങ്ങാന്ന് പറഞ്ഞപ്പോൾ തന്നെ കണ്ണൻ പറഞ്ഞ ഒരു കാര്യമാണ്, കണ്ണന് ബിരിയാണി വേണം. കണ്ണൻ തലേന്നേ അത് പറഞ്ഞു വെച്ചുണ്ടെങ്കിൽ രാവിലെ വന്ന് അരി നോക്കിയപ്പോൾ കണ്ണന് വേണ്ടി മാത്രം കഷ്ടി ഒരു അര ഗ്ലാസ് അരി ഉണ്ടായി. അങ്ങനെ പിന്നെ അവന് വേണ്ടി മാത്രം ഞാനൊരു തട്ടിക്കൂട്ട് റൈസൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സ്പൈഡർമാൻ വന്നിട്ടുണ്ട് ഗേൾസ്. ഇടയ്ക്കിടയ്ക്ക് ഈ സ്പൈഡർമാൻ വരും. ഈ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഒരു 2 വയസ്സിൽ മേടിച്ചു കൊടുത്തത്. അതിപ്പോൾ ഏകദേശം കീറിപ്പറഞ്ഞ് ഒരുമാതിരി തുണിയായി. എന്നാലും അവനത് ഉപേക്ഷിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ എന്താ അവന് ഫുഡ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാനും ഫുഡ് കഴിക്കാനായിരുന്നു. കാരണം വേഗം ഫുഡ് കഴിച്ചില്ലെങ്കിൽ പീല ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരെയും ഭക്ഷണം കഴിപ്പിക്കില്ല. ഞാൻ കഴിച്ചു വന്നപ്പോഴും എൻ്റെ കുട്ടി അതേപോലെ ടി വിയിലോട്ട് നോക്കിയിട്ടുണ്ട്. ടി വി വെച്ച് കൊടുക്കാൻ തന്നെ വാരി തിന്നാൻ വേണ്ടിയാണ്. വാരി തിന്നില്ല, ടി വിയും കണ്ട് അവിടെ ഇരിക്കും. അവസാനം ഞാനത് വാരി കൊടുത്തു. വെയിലുണ്ടായത് കൊണ്ട് തന്നെ കുറേ ദിവസത്തെ തുണികൾ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെറുക്കി കൂട്ടി എടുത്തപ്പോഴത്തേക്കും പീല് നല്ല ബഹളം. പീല് പിന്നെ ഉറങ്ങത്തേ ഇല്ല എന്നുള്ള വാശിയിൽ പിന്നെ കുറച്ചേരം എടുത്തുകൊണ്ട് നടന്ന് അവളുടെ കരച്ചിലൊക്കെ മാറ്റിയിട്ട് പായ വിരിച്ച് ഞാൻ ഹോളിൽ കൊണ്ടൊക്കെ എടുത്ത് നോക്കാൻ ഏൽപ്പിച്ചതോ കണ്ണനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ ജീവൻ കൊടുത്തും കണ്ണൻ നോക്കിക്കോളും. കാരണം എന്താ അതൊക്കെ കണ്ടില്ലേ, അവൾ കരയുമ്പോൾ അവൾ കരയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗവും ഇല്ലാണ്ടാവുമ്പോൾ കളിക്കുന്ന കളി എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞാനും അവനും ഇതൊക്കെ തന്നെയായിരുന്നു. തുണിയൊക്കെ വീശിയൊക്കെ കാണിച്ചൊക്കെയാണ് കുറച്ചേരം മിണ്ടാണ്ടെടുത്ത്. പിന്നെ ഞാൻ അവളുടെ തുണി മടക്കാനായിട്ട് അവളുടെ അടുത്തിരുന്ന്. ഈ സമൂസ മടക്കലാണ് ഇതിൽ ഏറ്റവും ടാസ്ക്കുള്ള പണി. ഇത് മടക്കിയെടുക്കാൻ ഇത്തിരി പാടാണ്. അങ്ങനെ ബിരിയാണിയും തുണി മടക്കലും പറക്കലും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ സൺഡേ ഇന്ന് അങ്ങനെ കഴിഞ്ഞുകൂടി.